Greetings to all my dear students. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഏകദേശം കവർ ചെയ്യാറായി. നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതായത് നമ്മുടെ ഫൈൻഡ് ക്ലാസിഫിക്കേഷനെ കുറിച്ച്, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്, കിങ്ഡം ഫഞ്ചിയെ കുറിച്ച്. ഇനി നമുക്ക് നോക്കേണ്ട ഒരേ ഒരു പോർഷൻ മാത്രമേ ഇതുള്ളൂ, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് വരുന്നത് നമ്മുടെ വൈറസും വൈറോയിഡ്സിന്റെയും ഫീച്ചേഴ്സ് ആണ്. വൈറസ്, വൈറോയിഡ്സ്, അതുപോലെ പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കേസസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറസ് എന്താ നോക്കാം. സോ ഈ വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കേസാണ്. അതായത് ഇവർക്ക് കൃത്യമായിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇല്ല. ഒരു ഡുവൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഓർഗാനിസമാണ് ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്നത്. അതായത് ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സും കാണിക്കാം, അതുപോലെ നോൺ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സും ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എടുത്ത് നോക്കാം. Doesn't included inside this five kingdom classification. It does not includes inside five kingdom classification. അതിൽ നമ്മുടെ മൊണിറ ഫസ്റ്റ് ബാക്ടീരിയസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പ്രോട്ടോസോൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫംഗസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് കൂടാതെ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അനിമൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പറഞ്ഞ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ സ്പെഷ്യൽ ഫീച്ചേഴ്സും അവർ എന്ത് ചെയ്തിട്ടില്ല, മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇത് ആ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഈ പറഞ്ഞ ഒരു മെമ്പേഴ്സും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ്. ഇവരെ നമുക്ക് വിളിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെല്ല് അവർക്ക് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള സെല്ല് ഇവർക്ക് പ്രസന്റ് ആണ്. സോ ദേ ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് ഹാവിംഗ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഹാവിംഗ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, അതായത് ഒരു തരികൾ പോലെ അല്ലെ, തരികൾ ഗ്രാനുൾസ് പോലെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വൈറസ് ആയാലും വൈറോയിഡ്സ്, ലൈക്കൻസ്, അതുപോലെ പ്രയോൺസ് അല്ലെ. അപ്പോൾ വൈറസും വൈറോയിഡ്സും പ്രയോൺസും ഈ പറയുന്ന മൂന്ന് കാറ്റഗറീസ് നമ്മുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ മോസ്റ്റ്ലി നോൺ സെല്ലുലാർ ഓർഗാനിസംസ്. നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും, അവർക്ക് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇവിടെ പ്രധാനമായിട്ടും പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി this shows the non-living characters. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത this shows non-living characters കാണിക്കുന്നത് non-living property ആയിരിക്കും when they seen outside or freely, when they seen freely അല്ലെ. അപ്പൊ ഫ്രീ ആയിട്ട് പുറമെ കാണുന്ന സമയത്ത് അവർ നോൺ ലിവിങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ആക്ട് ആസ് ലിവിങ് ഓർഗാനിസംസ്, act as living organisms when it enters inside a body, enters in a host organism. അപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന പ്രോപ്പർട്ടി ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. അതല്ല മറിച്ച് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അവർ എന്തായിരിക്കും കാണിക്കുന്നത്, നോൺ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ഇനി ഈ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്, വൈറസ് എന്ന് പറഞ്ഞ ടേം പ്രൊപ്പോസ് ബൈ പാസ്റ്റർ. നമുക്ക് ലൂയിസ് പാസ്റ്റർ നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? പാസ്റ്റർ ആണ് ഈ പറയുന്ന വൈറസ് എന്നുള്ള ടേം ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്. ഈ വേർഡിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറസ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ venomous or poisonous fluid അല്ലെ. അതായത് ഒരു വിഷപദാർത്ഥമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അല്ലെ. വിനോമസ്, വെനം മീൻസ് വിഷം അല്ലെ, വിഷം അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അതാണ് ഈ വൈറസ് എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കിട്ടിയ? ഇനി 1892 ഇവാനോസ്കി എന്ന് പറയുന്ന വ്യക്തി ഒരു കണ്ടീഷൻ കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടുബാക്കോ മൊസൈക് ഡിസീസ്, ടുബാക്കോ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന മൊസൈക് ഡിസീസ്, ടുബാക്കോ മൊസൈക്
disease. Tobacco mosaic caused by microbes. Okay, caused by microbes. അതായത് microorganisms ആണ് ഈ പറയുന്ന കണ്ടീഷൻ ടുബാക്കോ മൊസൈക് വൈറസ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി അല്ലെ. അതും പിന്നീട് അത് വൈറസ് ടുബാക്കോ മൊസൈക് വൈറസ് ആണെന്ന് പിന്നീട് അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയും. ഇനി 1898 1898 MW ബേജർനിക് ബേജർനിക് ഓക്കെ. സോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ extract of infected tobacco plants. അതായത് ഈ ടുബാക്കോ മൊസൈക് വൈറസ് ബാധിച്ച പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് അത് മറ്റ് പ്ലാന്റ്സുകളിൽ കൂടി ഈ ഡിസീസ് ഉണ്ടാക്കുന്നു എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ എക്സ്ട്രാക്ട് ഓഫ് ഇൻഫെക്റ്റഡ് ടുബാക്കോ പ്ലാന്റ്സ് that cause infection in healthy plants. Cause infection in healthy plants. അപ്പോൾ നമ്മൾ പറഞ്ഞ ടുബാക്കോ മൊസൈക് വൈറസ് ബാധയേറ്റ ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്ട്, ആ എക്സ്ട്രാക്ട് എന്ത് ചെയ്യുന്നു മറ്റ് പ്ലാന്റ്സിൽ കൂടി, മറ്റ് ഹെൽത്തി പ്ലാന്റ്സിൽ കൂടെ എന്ത് ചെയ്യും, ഈ ഡിസീസ് അത് പടർത്താനായിട്ട് കാരണമാണ്. ഇനി ഈ ഫ്ലൂയിഡിനെ നമ്മൾ വിളിച്ച പേര്, ഈ ഇൻഫെക്ഷന് കാരണമാകുന്ന ഈ ഫ്ലൂയിഡിനെ വിളിച്ച പേരാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡി എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം, കണ്ടേജിയം വിവം ഫ്ലൂയിഡിയം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇനി അതിനെ വിളിക്കുന്ന മറ്റേ പേരാണ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഫ്ലൂയിഡ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശരിക്കും നോക്കാം. അതായത് 1998 MW ബേജർനിക് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടുബാക്കോ പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് അത് ഹെൽത്തി ആയിട്ടുള്ള മറ്റ് പ്ലാന്റ്സിനെ കൂടി ഡിസീസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. ആ ഡിസീസ് ഉണ്ടാക്കുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഫ്ലൂയിഡ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നു നമ്മുടെ വൈറോളജിയിൽ. വൈറോളജി മീൻസ് സ്റ്റഡി ഓഫ് വൈറസ്, ദാറ്റ് ഈസ് കോൾഡ് വൈറോളജി അല്ലെ. അപ്പം ഈ വൈറോളജിയിൽ നമ്മൾ അടുത്ത് വന്നൊരു കൺസെപ്റ്റ് ആണ്. അതായത് 1935 കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് WM സ്റ്റാൻലി. കൊണ്ടുവന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് ഹാവിംഗ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അദ്ദേഹം കണ്ടെത്തി വൈറസ് എന്ത് സ്ട്രക്ചർ ആണ്, വൈറസിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവന്നു. 1935 വൈറസിന്റെ സ്ട്രക്ചർ, വൈറസിനുള്ളത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് എന്നൊരു കൺസെപ്റ്റ് ആൻഡ് അദ്ദേഹം കൊണ്ടുവന്നു. ഇനി ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനകത്ത് എന്ത് പ്രസന്റ് ആണ്, കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ്. ഈ പറഞ്ഞ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനകത്ത് എന്ത് പ്രസന്റ് ആണ്, പ്രോട്ടീൻസ് കൂടെ അടങ്ങിയിട്ടുണ്ട് എന്നൊരു കേസ് കൂടെ അദ്ദേഹം മുന്നിലേക്ക്. 1935 WM സ്റ്റാൻലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ്, അതായത് തരികൾ പോലുള്ള സ്ട്രക്ചർ ആണ്. ഈ തരികൾക്കകത്ത് എന്ത് പ്രസന്റ് ആണ്, പ്രോട്ടീൻസ് പ്രസന്റ് ആണ് എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മുടെ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു, വൈറസ്. സോ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എയ്തർ DNA ഓർ RNA, ഒന്നുകിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, RNA ആയിരിക്കും. ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താവാം, RNA ആകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. ഓക്കെ, പക്ഷേ ഒരിക്കലും ഒരു വൈറസിൽ രണ്ടും കാണാറില്ല. ഒന്നുകിൽ DNA കാണും അല്ലെങ്കിൽ RNA കാണും. അല്ലാതെ ഒരു വൈറസിനകത്ത് DNAയും RNAയും ഒരിക്കലും അതിനകത്ത് വരാറില്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കും. ഇനി നമ്മുടെ വൈറസ് നോക്കിക്കഴിഞ്ഞാല് they are mostly infectious agent. വൈറസ് ഒരുപാട് ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണെന്ന് പറയാം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഈ പറഞ്ഞ DNA അല്ലെങ്കിൽ RNA, പല ടൈപ്സ് ഉള്ള DNA അല്ലെങ്കിൽ RNA ഇവിടെ കാണപ്പെടാം. ഒന്നാമത്തത് ടൈപ്സ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ പൊതുവെ പറഞ്ഞ 2 ടൈപ്സ്, അല്ലെങ്കിൽ DNA or RNA. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് തന്നെ പല ടൈപ്സ് ആയിട്ട് നമുക്ക് കാണപ്പെടാം. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എളുപ്പമാണ്, വേറൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 ടേംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയാം. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അവിടെ കാണപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് അത് ഷോർട്ട് ആയിട്ട് DSDNA നമുക്ക് വിളിക്കാം. ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയാം. ഇനി അടുത്തത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണപ്പെടാം. ചില സമയങ്ങളിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കും ചില വൈറസുകളിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ നമുക്ക് അതിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് DSRNA നമുക്ക് അതിനെ വിളിക്കാം. ഇനി ചില കേസുകളിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കാം. ചില വൈറസിന്റെ ബോഡിയിൽ ഈ പറഞ്ഞതുപോലെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് കാണപ്പെടാം. നമുക്ക് അതിനെ വിളിക്കാം SSDNA എന്ന് വിളിക്കാം. SSDNA നമുക്ക് വിളിക്കാം. അതുപോലെ ഇനി വരാൻ സാധ്യതയുള്ളതായിരിക്കാം സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കാം. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കാം. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് അത് വിളിക്കാം SSRNA. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ജനറ്റിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പഠിച്ച വൈറസിനകത്തുള്ളത്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വരാം, DSDNA വരാം, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വരാം, DSRNA വരാം, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, SSDNA or SSRNA. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ജനറ്റിക് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വൈറസിന്റെ ബോഡിയിൽ കാണപ്പെടാം. കിട്ടിയല്ലോ? ഇനി ഓർക്കേണ്ടത് അടുത്തൊരു പോയിന്റ്, ഇവരുടെ ബോഡിയിൽ പ്രോട്ടീൻ കോട്ട് പ്രസന്റ് ആണ്. ഇവരുടെ ബോഡിയിൽ പ്രോട്ടീൻ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ട് ഇവിടെ പ്രസന്റ് ആണ്, അടങ്ങിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ് എന്ന് വിളിക്കാം. ഇവരുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഔട്ടർ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ക്യാപ്സിഡ് എന്ന് പറയാം. ഈ ക്യാപ്സിഡ് നിർമ്മിച്ചിരിക്കുന്ന സബ് യൂണിറ്റ്സ്, ഒരുപാട് സബ് യൂണിറ്റ്സ് ഉണ്ട്. ആ സബ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയസ് എന്ന് പറയാം. ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന സബ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ? ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ദി പ്രൊട്ടക്ട്സ് ന്യൂക്ലിക് ആസിഡ്. അതായത് ഈ പറയുന്ന ഔട്ടർ പ്രോട്ടീൻ കോട്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ദി പ്രൊട്ടക്ട്സ് ന്യൂക്ലിക് ആസിഡ്. Nucleic acid means either DNA or the RNA, that is called nucleic acid. So nucleic acid ne protect cheyyana major function ആണ് ഈ പറയുന്ന ക്യാപ്സോമിയസിന്റെ സബ് യൂണിറ്റ്സ് ആയിട്ടുള്ള ക്യാപ്സോമിയസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കവർ ആയിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ 2 ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ 2 കവർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ട് കണ്ടന്റ്സ് എല്ലാം മനസ്സിലാക്കാൻ നോക്കുക. മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു ഫോക്കസ് ഏരിയ കയ്യിലുണ്ടാവണം. ഫോക്കസ് ഏരിയ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് ഒരുപക്ഷെ കയ്യിലുണ്ടാവും. അപ്പൊ ഫോക്കസ് ഏരിയ ലഭിക്കാത്തവർ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതും അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അയച്ചു തരുന്നതായിരിക്കും. സോ ആ ഫോക്കസ് ഏരിയ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇത്രയും കണ്ടന്റ്സ് മാത്രം, ഒരുപാട് നമുക്ക് പഠിക്കേണ്ട, വരവലിച്ച് പഠിക്കാനായിട്ടില്ല. ഒരുപാട് ലിമിറ്റ് ചെയ്തിട്ട് ഉള്ള പോർഷൻസ് ഒരുപാട് ലിമിറ്റ് ചെയ്തു, ഒരുപാട് പോർഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്രയും കവർ ചെയ്യാൻ നമുക്ക് മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകത്ത് ഏറ്റവും ലോവർ ലെവലിലുള്ള കുട്ടിക്ക് പോലും 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് മാത്രമാണ് അല്ലെ, മാക്സിമം അല്ലെങ്കിൽ 2 മണിക്കൂർ. കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പഠിച്ച് തുടങ്ങിയവർക്ക് ഇത്രയും വേണ്ട, ജസ്റ്റ് കേട്ടാൽ മതി അല്ലെ. ജസ്റ്റ് ഒന്ന് ഈ കണ്ടന്റ്സ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കണ്ടന്റ്സ് ഉള്ളത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് വെച്ചിട്ട്, ഈ ഒരു കണ്ടന്റ്സ് വെച്ചിട്ട്, ഈ ഒരു നോട്ട്സ് വെച്ചിട്ട് എത്രയും വേഗം തന്നെ പഠിക്കാം. ഓക്കെ, എത്രയും വേഗം പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങളത് കമന്റ്സിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതിനകത്തുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ്
അത് തന്നെ ആയിഷ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ആൻഡ് നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.